Today I am going to discuss about the poem The Earth is a Living Thing by Lucille Clifton. സോ ഈ ഒരു പോയം എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് അതിൻ്റെ ഒരു തീം അതിലുള്ള മേജർ പോയിൻറ്റ്സ് ലൈൻ ബൈ ലൈൻ പോയിൻറ്റ്സ് തന്നെ നോക്കി പോവാം. സോ ദിസ് ഇസ് എ പോയം വിച്ച് ഡിസ്ക്രൈബ്സ് എർത്ത് ആസ് മോർ ദാൻ ജസ്റ്റ് എ പ്ലാനറ്റ്. നമുക്കെല്ലാവർക്കും അറിയാം എർത്ത് ഇറ്റ് ഈസ് എ പ്ലാനറ്റ്. പക്ഷേ അതിൻ്റെ അപ്പുറത്ത് ഈ ഒരു പോയറ്റ് എർത്തിനെ നോക്കിക്കാണുന്നത് മോർ ദാൻ എ പ്ലാനറ്റ്. എർത്ത് മൂവിങ് ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അതുകൊണ്ട് തന്നെ എർത്തിനെ പേഴ്സോണിഫൈ ചെയ്തിരിക്കുകയാണ്. ജസ്റ്റ് ആസ് എ പേഴ്സൺ, നമ്മളെപ്പോലെ തന്നെ ഒരാൾ, അതായത് എ പേഴ്സൺ ഹു ഈസ് അലൈവ്. എർത്തിന് ജീവനുണ്ട്, അല്ലെങ്കിൽ ജീവനുള്ള ഒരാൾ, അല്ലെങ്കിൽ ഒരു ജീവനുള്ള ഒരു പവർഫുൾ സ്പിരിറ്റ് എന്ന രീതിയിലാണ് എർത്തിനെ കാണുന്നത്. Clifton uses many powerful words to make readers feel that Earth has life just like humans and animals. അപ്പോൾ ക്ലിഫ്റ്റൺ ഇവിടെ ഒരുപാട് ഇമേജറി, ഒരുപാട് കാര്യങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് എർത്തിലുള്ള കുറേ കാര്യങ്ങളായിട്ട്, എർത്തിൽ നടക്കുന്ന കുറേ കാര്യങ്ങൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എർത്തിന് ലൈഫ് ഉണ്ട്, ജസ്റ്റ് ലൈക്ക് ഹ്യൂമൻസ് ആൻഡ് ആനിമൽസ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. The poem reminds us to respect and appreciate nature because earth is not a thing, it's a living being. അപ്പോൾ ഈ ഒരു പോയത്തിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. എർത്തിനെ ഇന്ന് പല രീതിയിലും ആൾക്കാർ നശിപ്പിക്കുന്നുണ്ട്, എർത്തിന് ദോഷകരമായിട്ടുള്ള രീതിയിൽ പലതും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റി എർത്തിനെ റെസ്പെക്റ്റ് ചെയ്യാനും നമ്മുടെ കാത്തു സൂക്ഷിക്കാനും നേച്ചറിനെ അപ്രീഷിയേറ്റ് ചെയ്യാനും എർത്തിനെ ജസ്റ്റ് നമ്മൾ താമസിക്കുന്ന ഒരു ഇടം എന്ന ഒരു ഇത് മാത്രമായിട്ട് കാണാതെ അതിനെ നമ്മളെപ്പോലെ തന്നെ ഒരു ലിവിങ് ബീങ് എന്ന രീതിയിൽ കൂടെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ സ്റ്റാൻസയിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഞാൻ സ്റ്റാൻസ റിപ്പീറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് വൺ ടൈം സ്റ്റാൻസ വായിക്കാം. ഇസ് എ ബ്ലാക്ക് ഷാംബ്ലിംഗ് ബെയർ റഫ്ലിംഗ് ഇറ്റ്സ് വൈൽഡ് ബാക്ക് ആൻഡ് ടോസിങ് മൗണ്ടെയിൻസ് ഇൻ ടു ദ സീ. അതാണ് ഫസ്റ്റ് സ്റ്റാൻസ. അതിൻ്റെ അർത്ഥമാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ എർത്തിനെ കമ്പയർ ചെയ്യാണ്. ഓക്കെ, എന്തുമായിട്ടാണ്? എ ബ്ലാക്ക് ഷാംബ്ലിംഗ് ബെയർ, ഒരു കരടി, വലിയ ഒരു ഭീകരനായിട്ടുള്ള ഒരു കരടി, അത് സങ്കല്പിച്ചാൽ മതി. അത് മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നല്ല സ്ട്രെങ്ത്, നല്ല ശക്തനായിട്ടുള്ളൊരു കരടി, നമുക്കറിയാമല്ലോ, അത്രയും പവർഫുള്ളാണ്. അപ്പോൾ അത് ആയിട്ടാണ് എർത്തിനെ ആദ്യത്തെ ലൈനിൽ തന്നെ പറയുന്നത്. ദ വേർഡ് ഷാംബ്ലിംഗ് സജസ്റ്റ് എ ഹെവി മൂവ്മെൻറ്റ്. ആ ഒരു എർത്തിന് മൂവ്മെൻ്റ് ഉണ്ട്. ആ ഷാംബ്ലിംഗ് ബെയർ മൂവ് ചെയ്യുന്ന പോലെ തന്നെയാണ് എർത്തിൻ്റെ മൂവ്മെൻറ്റും. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എർത്തിന് ജീവനുണ്ട്, അത് കോൺസ്റ്റൻ്റ്ലി ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, റെവല്യൂഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റിനെയാണ് ഈ രീതിയിൽ പറയുന്നത്, ജസ്റ്റ് ലൈക്ക് എ ബിഗ് ഷാംബ്ലിംഗ് ബെയർ എന്നുള്ള രീതിയിൽ. ഓക്കെ, പിന്നെ എർത്തിൻ്റെ ഒരു സർഫേസ് നോക്കുകയാണെങ്കിൽ അത് ടൈമിനനുസരിച്ച് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. എർത്ത് ക്വേക്ക് സംഭവിക്കുന്നുണ്ട്, ലാൻഡ് ഷിഫ്റ്റുകൾ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, എർത്ത് ഇങ്ങനെ സ്റ്റില്ലായിട്ട് നിൽക്കുന്നില്ല, അത് എപ്പോഴും മൂവ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കാലത്തിനനുസരിച്ച് അതിൻ്റെ ഒരു ഷേപ്പ് ഇങ്ങനെ പല രീതിയിലും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് സ്റ്റാൻസ എങ്ങനെയാണ്? ഇസ് എ ബ്ലാക്ക് ഹോക്ക് സർക്ലിംഗ് ദ ബറിയിങ് ഗ്രൗണ്ട് സർക്ലിംഗ് ദ ബോൺസ് പിക്ഡ് ക്ലീൻ ആൻഡ് ഡിസ്കാർഡഡ്. അടുത്ത സ്റ്റാൻസയിൽ മെൻഷൻ ചെയ്യുന്നത് എർത്തിനെ എന്തുമായിട്ടാണ് വിളിക്കുന്നത്? ജസ്റ്റ് ലൈക്ക് എ ബ്ലാക്ക് ഹോക്ക് നമുക്കറിയാം, പരുന്തിനെ പോലെ തന്നെ ഒരു പക്ഷിയാണ് ഹോക്ക്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവശിഷ്ടങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്ന ആ ഒരു ഇതാണ് ഈ ഹോക്കും ചെയ്യുന്നത്. ഓക്കെ, ഗ്രൗണ്ടിലൊക്കെ വേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ കറങ്ങി നടന്ന് അതൊക്കെ പെറുക്കുക, ക്ലീൻ ചെയ്യുക, അത് ഭക്ഷിക്കും. ആ രീതിയിലാണ് ഹോക്ക് ഉള്ളത്. അപ്പോൾ അതുമായിട്ടാണ് ഇവിടെ കമ്പയർ ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ സൈക്കിൾ ഓഫ് ലൈഫ്. ഓക്കെ, നമുക്കറിയാം ബില്യൺസ് ഓഫ് ഇയേഴ്സ് ആയുസ് ആയിട്ടുണ്ട്. അപ്പോൾ അത്രയും കാലം ഇവിടെ ലൈഫ് ഉണ്ടെന്ന് സങ്കല്പിക്കുക. അപ്പോൾ അവിടെയുള്ളവരൊക്കെ
ഇങ്ങനെ ഒരു ഇത്ര കഴിയുമ്പം മരണപ്പെട്ടു പോകും. അത് ഈ എർത്തിൽ തന്നെയാണ് അടങ്ങുന്നത്. അതിനെ ഇങ്ങനെ എന്താണ് ക്ലീൻ ചെയ്ത് റിഫ്രഷ് ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതും കൂടെ എർത്ത് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ലൈക്ക് എ ഹോക്ക് നമുക്കറിയാം ഒരു പ്രിഡേറ്ററാണ്. ഹോക്കിന് ജീവനുണ്ട് അല്ലേ? അതേപോലെ തന്നെ എർത്തിനും ജീവനുണ്ട്. ഓക്കെ, അപ്പം ആ ഹോക്ക് റെപ്രസെൻറ്റ്സ് ദ സർവൈവൽ ജസ്റ്റ് ലൈക്ക് ദ എർത്ത് ഇന്ന് സർവൈവ് ചെയ്യുന്നുണ്ട്, ജീവനായിട്ട് തന്നെ ഇരിക്കുകയാണ്. പക്ഷേ ആ ഹോക്ക് പെറുക്കുന്ന വസ്തുക്കൾ, ബോൺസ് ആയിക്കോട്ടെ, ചീത്ത അവശിഷ്ടങ്ങളായിക്കോട്ടെ, അതൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താണ്, ആ ബോൺസിനൊക്കെ ഒരു കാലത്ത് ജീവനുണ്ടായിരുന്നു. അതിൻ്റെ ആയുസ് തീർന്ന് ഈ മണ്ണിലായിപ്പോയതാണ്. അപ്പോൾ അതിനെ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദ ബോൺസ് ബീയിങ് പിക്ഡ് ക്ലീൻ ആൻഡ് ഡിസ്കാർഡഡ് ഷോസ് ഹൗ ടൈം ഇറേസസ് ഹ്യൂമൻ ട്രേസസ്, റിമൈൻഡിങ് അസ് ദാറ്റ് ദ എർത്ത് ഇസ് മോർ ലാസ്റ്റിംഗ് ദാൻ ഇൻഡിവിജ്വൽ ലൈഫ്സ്. അപ്പോൾ ഒരു സമയം കഴിയുമ്പോൾ ജീവനുള്ള പലതും ബോൺസായിട്ട് മാറും. അതിനെ ക്ലീൻ ചെയ്യുകയാണ്. എർത്ത് എന്താണ് അലിയിപ്പിച്ച് കളയും അല്ലെങ്കിൽ പൊടിച്ച് കളയും, ആ രീതിയിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ എർത്ത് ഇന്നും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, ഈ എർത്തിന് മനുഷ്യരെക്കാട്ടുമൊക്കെ ആയുസ്സുണ്ട്. അതായത് ഇൻഡിവിജ്വൽസ് ഇല്ലാതായി പോയാലും എർത്ത് സ്റ്റിൽ ലീവ്. ഓക്കെ, ആ ഒരു മീനിങ് ആണ് ഈ സെക്കൻഡ് സ്റ്റാൻസയിൽ പറയുന്നത്. നെക്സ്റ്റ് സ്റ്റാൻസ 3-ൽ ഇസ് എ ബ്ലാക്ക് ഫിഷ് ബ്ലൈൻഡ് ഇൻ ദ ബെല്ലി ഓഫ് വാട്ടർ ഇസ് എ ഡയമണ്ട് ബ്ലൈൻഡ് ഇൻ ദ ബ്ലാക്ക് ബെല്ലി ഓഫ് കോൾ. ഓക്കെ, ബ്ലാക്ക് ബ്ലൈൻഡ് ഫിഷ് ഇൻ ദ ബെല്ലി ഓഫ് വാട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത്, ഒന്ന് സങ്കല്പിക്കുക, നമ്മൾ ഇപ്പോൾ ഒരു കടലിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ ഇരുട്ടായിരിക്കും. അപ്പോൾ അവിടെ ജനിക്കുന്ന ഒരു ഫിഷ്, ആ ഫിഷ് ജനിക്കുമ്പോൾ തൊട്ടിട്ട് എന്തായിരിക്കും, ഡാർക്ക്നെസ്സിലായിരിക്കും, അണേബിൾ ടു സീ അല്ലേ. മുകളിലുള്ള പ്രകാശമുള്ള ഏരിയയിൽ ജീവിക്കുന്ന ഫിഷ് പോലെ ആയിരിക്കില്ല, ഡാർക്ക്നെസ്സിലായിരിക്കും. ഏറ്റവും താഴെ വസിക്കുന്ന കുഞ്ഞു മത്സ്യത്തെ ഓർത്താൽ മതി. പക്ഷെ എന്ത് ചെയ്യും, ആ ഡാർക്ക്നെസ്സിൽ അത് എക്സിസ്റ്റ് ചെയ്യും, അത് അവിടെ ജീവിക്കും. ഓക്കെ, ആ നാച്ചുറൽ സൈക്കിളിൻ്റെ പാർട്ടായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇതും കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു മത്സ്യവും എന്തിൻ്റെ പാർട്ട് തന്നെയാണ്, നമ്മുടെ ഈ മിസ്റ്റീരിയസ് എർത്തിൻ്റെ പാർട്ടാണ്. ഓക്കെ, സോ ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഈവൻ ഇൻ അൺസീൻ മിസ്റ്റീരിയസ് പ്ലേസ് ഓഫ് ദി എർത്ത്. അപ്പോൾ അത്രമാത്രം എർത്ത്, ഇവരെയൊക്കെ നിലനിർത്തിക്കൊണ്ട് പോകുന്ന എർത്ത് അത്രമാത്രം പവർഫുൾ ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത ലൈനിൽ പറയുന്നുണ്ട് ഇസ് എ ഡയമണ്ട് ബ്ലൈൻഡ് ഇൻ ദ ബ്ലാക്ക് ബെല്ലി ഓഫ് കോൾ എന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡയമണ്ട് നമുക്കറിയാം എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഡ്യൂ ടു ദ ഡീപ്പ് അണ്ടർ പ്രഷർ ഇൻസൈഡ് ദ എർത്ത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ, ഓക്കെ, അതിൽ നിന്നാണ് ഒരു പ്രഷ്യസ് ആയിട്ടുള്ളൊരു ഡയമണ്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ പല ഇതിനെയും ട്രാൻസ്ഫോം ചെയ്തൊരു ഡയമണ്ട് ഫോമിലേക്ക് ക്രിയേറ്റ് ചെയ്യാൻ എർത്തിന് ഒരു കഴിവുണ്ടെങ്കിൽ എർത്ത് ഈസ് എ പവർഫുൾ ബീയിങ് എന്ന രീതിയിലാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് വേറൊരു മീനിങ്ങും കൂടെ ഉണ്ട്. അതായത് പക്ക ഓർഡിനറി ആയിട്ടുണ്ടായിരുന്ന വസ്തു പെട്ടെന്ന് വാല്യുബിളായിട്ട് മാറുകയാണ് കാലം കഴിഞ്ഞ് പെട്ടെന്ന് അതൊരു ഡയമണ്ട് എന്ന രീതിയിലൊരു ഫോമിലേക്ക് മാറുകയാണ്. അപ്പോൾ അങ്ങനെ ആക്കിയെടുക്കാൻ ഒരു കഴിവ് അത് എർത്ത് ഒരു റോള് വഹിച്ചതുകൊണ്ട് ആണ്. അപ്പോൾ എർത്തിന് ഭയങ്കര ഒരു കഴിവുള്ളൊരു ബീയിങ് എന്ന രീതിയിലാണ് ഇവിടെ ഈ ഒരു ലൈൻസിൽ പറയുന്നത്. ദെൻ ലാസ്റ്റ് ആയിട്ട് പറയുന്നത്, എർത്ത് ഈസ് എ ബ്ലാക്ക് ആൻഡ് ലിവിങ് തിങ് ഈസ് എ ഫേവറേറ്റ് ചൈൽഡ് ഓഫ് ദ യൂണിവേഴ്സ്, ഫീൽ ഹെർ റോളിങ് ഹെർ ഹാൻഡ് ഇൻ ഇറ്റ്സ് കിങ്കി ഹെയർ, ഫീൽ ഹെർ ബ്രഷിങ് ഇറ്റ് ക്ലീൻ. ഇത് ലാസ്റ്റ് സ്റ്റാൻസ് പോലെ പറയുന്നതാണ്. അപ്പോൾ ഈ ലൈൻസിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെയും പറയാണ്, എർത്ത് ഇസ് സ്റ്റിൽ അലൈവ്, എർത്തിന് ജീവനുണ്ട്, ആൻഡ് ഹാസ് റേഷ്യൽ, കൾച്ചറൽ, ആൻസിസ്ട്രൽ ഐഡൻറ്റിറ്റി. അപ്പം ബ്ലാക്ക് ലിവിങ് തിങ് എന്ന് പറയുന്നുണ്ട്. അപ്പം ഒരുപാട്
സിഗ്നിഫിക്കൻസ് ഉണ്ട്, അതായത് ആൻസിസ്ട്രൽ ഐഡൻറ്റിറ്റി, കൾച്ചറൽ സിഗ്നിഫിക്കൻസ്, അതൊക്കെ കീപ്പ് ചെയ്യുന്ന ഒരു ലിവിങ് ബീങ് എന്ന രീതിയിലാണ് എർത്തിനെ പറയുന്നത്. ഇവിടെ ബ്ലാക്കും കൊണ്ട് സിംബലൈസ് ചെയ്യുന്ന ഡാർക്ക്നെസ്, മിസ്റ്ററി, അത് മാത്രമല്ല ഒരു റേഷ്യൽ സിഗ്നിഫിക്കൻസും കൂടെയാണ്. ഈ പോയത്തിലൂടെ ബ്ലാക്ക് ഐഡൻറ്റിറ്റീനെ സെലിബ്രേറ്റ് ചെയ്യുന്നു, അതായത് അവരും മോർ പവർഫുൾ എന്ന രീതിയിൽ ഒരു ലൈനാണ് ഈ ഒരു ലൈനിൽ പറയുന്നത്. ടു ദ ബ്ലാക്ക് ഐഡൻറ്റിറ്റി, സെലിബ്രേറ്റിംഗ് ദ ബ്ലാക്ക് ഐഡൻറ്റിറ്റി. ഓക്കെ, അവരെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഇതും കൂടെ ആയിട്ടാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, കോളിംഗ് എർത്ത് ആസ് ദ ഫേവറേറ്റ് ചൈൽഡ് ഓഫ് യൂണിവേഴ്സ്. അപ്പം എർത്തിനെ യൂണിവേഴ്സിൽ തന്നെ, യൂണിവേഴ്സിൻ്റെ ഒരു ഫേവറേറ്റ് ചൈൽഡ് എന്ന രീതിയിൽ, മറ്റ് പ്ലാനറ്റ്സിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ചൈൽഡ് എന്നുള്ള രീതിയിലാണ് എർത്തിനെ കാണുന്നത്. ഈവൻ ഇഫ് ഇറ്റ് ഈസ് ബ്ലാക്ക്, ഒരു ബ്ലാക്ക് ഐഡൻറ്റിറ്റി കൊടുക്കുകയാണ്, ബട്ട് ഇറ്റ് ഈസ് ദ ഫേവറേറ്റ് ചൈൽഡ് ഓഫ് ദ യൂണിവേഴ്സ്. അതിനെ ഇങ്ങനെ ചെറിഷ് ചെയ്ത് കോസ്മോസിൻ്റെ ഒരു പാർട്ടായിട്ട് കണക്ട് ചെയ്ത് നിലനിർത്തിക്കൊണ്ട് പോകുന്നു, ബിക്കോസ് ഇറ്റ് ഈസ് ദ ഫേവറേറ്റ് ചൈൽഡ്. ഈ ഒരു ലാസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു പോയത്തിൻ്റെ തന്നെ ഒരു സെൻട്രൽ ഐഡിയ ഷെയർ ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എർത്ത് എന്ന് പറയുന്നത് ജസ്റ്റ് ലാൻഡ് മാത്രമല്ല, പക്ഷെ അത് ബ്രീത് ചെയ്യുന്ന, നമ്മളെപ്പോലെ ശ്വസിക്കുന്ന, ശ്വാസമുള്ള ഒരു വസ്തുവാണ് എന്നുള്ള രീതിയിൽ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാസ്റ്റ് പറയുകയാണ്, വായിക്കുന്ന നമ്മളോടും എർത്തിനെ ഒരു ലിവിങ് ബീങ് ആയിട്ട് കൺസിഡർ ചെയ്യുക, അതേപോലെ വിശിഷ്ടമായിട്ടുള്ള സേക്രഡ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക, നമ്മളതിനെ കെയർ ചെയ്ത് കൊണ്ടുപോവുക, പ്രൊട്ടക്റ്റ് ചെയ്യുക, അതുപോലെ റെസ്പെക്റ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പെർട്ടിക്കുലർ പോയത്തിലൂടെ പറയുന്നത്.